കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറുത്തു കൊന്ന കേസിൽ കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ദീപുവിന്റെ കാറിൽ പ്രതി അമ്പിളിയെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ്. അതിനിടെ ദീപുവിന്റെ കാറിൽ നിന്ന് കാണാതായ 10 ലക്ഷം രൂപയിൽ 7.25 ലക്ഷം രൂപ അമ്പിളിയുടെ തിരുവനന്തപുരം മലയത്തെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ക്വാറി ഉടമ ദീപുവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്നും ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നുമായിരുന്നു പ്രതി അമ്പിളിയുടെ ആദ്യ മൊഴി. എന്നാൽ തിരുവനന്തപുരം പൂങ്കുളം സ്വദേശി സുനിൽകുമാറാണ് തനിക്ക് കൊലയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ നൽകിയെന്ന് പിന്നീട് മൊഴി മാറ്റി നൽകി. തെർമോക്കോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്, ക്ലോറോഫോം, ഗ്ലൗസ് എന്നിവ സുനിൽകുമാറാണ് നൽകിയതെന്നും അമ്പിളി പറഞ്ഞു. എന്നാൽ കേസിൽ മറ്റു പ്രതികൾ ഉണ്ടെന്നും അമ്പിളിയെ കൂടാതെ ദീപുവിന്റെ കാറിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ സുനിലാണോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിൽ ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതിനിടെ ദീപുവിന്റെ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയിൽ 7.25 ലക്ഷം രൂപ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അമ്പിളിയുടെ ഭാര്യയെ ഇന്നലെ രാത്രി ചോദ്യം ചെയ്തതോടെയാണ് പണം കണ്ടെത്താൻ കഴിഞ്ഞത്. പണം ഒളിപ്പിക്കാൻ സഹായിച്ചെന്ന കുറ്റം ചുമത്തി ഭാര്യയെയും കേസിൽ പ്രതി ചേർത്തേക്കും. കൊല നടത്തിയ ശേഷം അമ്പിളി തമിഴ്നാട്ടിലെ പന്താലിമൂട്ടിൽ എത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. പന്താലിമൂട്ടിലെ മെഡിക്കൽ ഷോപ്പിലെത്തി ഇവിടെയുള്ള ജീവനക്കാരിൽ ഒരാളുടെ മൊബൈൽ ഫോൺ വാങ്ങി ഭാര്യയെ വിളിച്ചെന്നാണ് അമ്പിളി മൊഴി നൽകിയത്. തുടർന്ന് ലിഫ്റ്റ് ചോദിച്ച് കളിയിക്കാവിളയിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് മൊഴി. എന്നാൽ ഇതേവരെ ഒരു യാത്രയിലും കൂടെ കൂട്ടാത്ത അമ്പിളിയെ ഇത്തവണ ദീപു കൂടെ കൂട്ടിയതിൽ ദുരൂഹത തുടരുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.